set out at the first light. We lit up with the sunrise. Gets my heartbeat running wild when you're here by my side. And we'll dream out loud. Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long. We'll take this world from this day on. നന്ദി കൊണ്ടെയുള്ളം നമ്മെ നിറയുന്നു സന്നാഹമോടെ സ്തുതി പാടിയിടുന്നു ദേവാ സന്നാഹമോടെ സ്തുതി പാടിയിടുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക്
നിനക്ക് സ്തുതി. മൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളോട് കൂടിയിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. പ്രത്യേക വിവാഹ ജീവിതത്തിനായി ഒരുങ്ങുന്ന മകനെ തിരുവിൻഭാഗം സമർപ്പിക്കുന്നു. ദൈവീയ കൃപകൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. അവിടുത്തെ വിജയശ്രീബാനം മുദ്രയിടണമേ. അവിടുത്തെ മാലാഖമാരുടെ കാവലും സംരക്ഷണയും എന്നാളും അവൻ്റെ മേലും അവൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരസ്പരമുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും ഐക്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിപ്പാൻ തക്കവണ്ണം തേന്തുപെരാൻ ഇടയാക്കണമേ. ഉത്തമമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം തേന്തുപെരാൻ ഇടയാക്കണമേ. കണ്ടെത്തപ്പെട്ടിരിക്കുന്ന മകളെ തിരുവിൻഭാഗം സമർപ്പിക്കുന്നു. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ ഭവനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള കൃപ ദൈവമേ ചൊരിഞ്ഞു കൊടുക്കണമേ. ഇരു ഭവനങ്ങളെ തിരുവിൻഭാഗം സമർപ്പിക്കുന്നു. പരസ്പരം ഐക്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും മക്കളുടെ കുടുംബജീവിതം കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം തേന്തുപെരാനെ ഇവർക്ക് ഓരോരുത്തർക്കും ഇടയാക്കണമേ. ദൈവമായ കർത്താവയുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും തിരുവിൻഭാഗം സമർപ്പിക്കുന്നു. ദൈവിക കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയ്ക്കണമേ. സ്വർഗീയ മണവാളനായ മെശിഹാതമ്പുരാനെ നിന്റെ സഭയെ സ്നേഹിക്കുകയും അതിനുവേണ്ടി ജീവൻ വിടുകയും ചെയ്തതുപോലെ ഉത്തമമായ ആത്മാർത്ഥമായ നിസ്വാർത്ഥമായ സ്നേഹത്താൽ പരസ്പരം സ്നേഹിക്കുവാൻ തക്കവണ്ണം നിന്റെ മക്കൾക്ക് നീടയാക്കണമേ. ഗോത്രപിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചതുപോലെ ദൈവമായ കർത്താവ് ഇവരുടെ കുടുംബജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ. കർത്താവ് യാത്രയിലുടനീളം നിങ്ങളോട് കൂടി ഇരുന്ന് വഴി നടത്തണമേ. നടക്കാനിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും തിരുവിൻഭാഗം സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നിങ്ങളുടെ പരിശുദ്ധാത്മ നിറവിനാൽ ശുശ്രൂഷ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം തേന്തുപെരാനെ ഇടയാക്കണമേ. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ യെരൂശലേമിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ ഓരോ നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധമാവാസവും കർത്താവെ, പ്രത്യേക വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്ന മകൻ്റെ മേലും മകളുടെ മേലും എല്ലാ ശുശ്രൂഷകളിലും ഇവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരുടെ മേലും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. കാണുവാനായി കാത്തിടുന്നേ പ്രിയനേ, നിൻ സ്വരം കേൾക്കുവാനായി വാഞ്ചിക്കുന്നേ. പ്രിയനേ, നിൻ മുഖം കാണുവാനായി കാത്തിടുന്നേ. പ്രിയനേ, നിൻ സ്വരം കേൾക്കുവാനായി വാഞ്ചിക്കുന്നേ. എനിക്കായി നീ മണ്ണിൽ വന്നു സ്വന്ത ജീവൻ നൽകിത്തന്നു. നിന്നോടുള്ള സ്നേഹം പാടും ഞാൻ, നിന്നോടുള്ള സ്നേഹം പാടും ഞാൻ. സ്തുതികൾക്കു യോഗ്യനേ, ആയിരം ധന്യമാം നാമമേ. ആരാധ്യൻ യേശുവേ, വാനവർ
നായക നിൻ പ്രാണനെ നൽകിടും നായക നിൻ സ്തുതി പാടുവാൻ നിനക്കായി ജീവിപ്പാൻ ആശയേറുന്നേ പ്രിയനേ നിൻ സ്തുതി പാടുവാൻ നിനക്കായി ജീവിപ്പാൻ ആശയേറുന്നേ പ്രിയനേ. Here we are on top of the stars. Never thought we'd ever get this far. We live for moments like this. We come alive in moments like this. Here we are, this is a time like a dream coming to life. We live for moments like this. We come alive in moments like this. In moments like this. I try to take a breath, thoughts racing through my head. I try to capture it, but a picture can't hold what a heart is feeling. I just wanna stop the world from spinning, slow it all down for a minute, so that I can take it in. I can take it in. Here we are, on top of the stars. Never thought we'd ever get this far. We live for moments like this. We come alive in moments like this. Here we are, this is a time like a dream coming to life. We live for moments like this. We come alive in moments like this. In moments like this. സത്യമണാള സുന്ദരനെ പ്രിയനാഥനേ സദയമിഹേ എഴുന്നള്ളുക നീ പ്രിയകാന്തയെ വേൾക്കാൻ സത്യമണാള സുന്ദരനെ പ്രിയനാഥനേ സദയമിഹേഴുന്നള്ളുക നീ പ്രിയകാന്തയെ വേൾക്കാൻ മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലജ്ജിതേ മണവാട്ടി സഭയെ വരൂ നീ അവനോടു ചേർന്നിടുവാൻ മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലജ്ജിതേ മണവാട്ടി സഭയെ വരൂ നീ അവനോടു ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശിക്ഷാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യുന്ന വിശുദ്ധരാജാവേ, നിനക്ക് സ്തുതി പാലിക്കുമോ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ നിമിഷം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കാലങ്ങളിൽ
ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ തരണമേ. രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. ആമേൻ. സന്തോഷത്തിന്റെ ആരംഭത്തിലെ പൂർത്തീകരണവും എന്നോടുകൂടെയും കാത്തിലുണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിലെ യോഗ്യരാകണമേ. അവിടുത്തെ ആരംഭിക്കുമാറാകണമേ. എന്റെ കരുണയായി വായിക്കപ്പെടുകയും ദൈവാരങ്ങളെ സുഖപ്പെടുത്തുന്നവരെ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു വരികയും നമ്മുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായിരിക്കുകയും ചെയ്യണമേ. നമ്മുടെ മനോഹാരം പൂർണ്ണനമുള്ളവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. എൻ്റെയും ആത്മീയരായ സർവവിശുദ്ധരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയും ആനന്ദിക്കുമാറാകണമേ. എന്റെ വിശുദ്ധരുടെ കൂട്ടത്തിലും പരസ്പരന്മാരുടെ ഗണത്തിലും ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും സ്ത്രീസ്തോത്രവും വരയ്ക്കുമാറാകണമേ. പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ മഹത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു വേണമേ. എന്റെ പാപങ്ങളെ ഒഴിവാക്കണമേ. എന്റെ വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുവൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാൽ അന്യായം ഞാൻ അനുഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു. നിന്റെ ന്യായവിധികളെ അറിയിച്ചു. നിന്റെ സോപ്പാനങ്ങളെ കളിക്കണമേ. ഞാൻ വെളിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറിച്ചവനേക്കാൾ ഞാൻ വെണ്മയാകും. എന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയോടെ എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മനസ്സിലാക്കണമേ. നിന്റെ ആനന്ദവും ലക്ഷ്യം എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ളതിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴികൾ പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. ബലികൾ നീ ഇഷ്ടപ്പെട്ടില്ല. ഹോമാബലികൾ നീ ചെറുപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുടെ ആത്മാവാകുന്നു. ദൈവം നുറങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ വെളിപ്പെടുത്തിന്മേൽ താളകൽപ്പനയായി കരുതും. ദൈവമേ സുഖത്തിനോ പാലിക്കുമോ. സന്തോഷം
നന്മൊഴി മാനസമേ ഹല്ലേലൂയ സേവിക്കും ഞാൻ അരചനയെന്നുര ചെയ്യും തന്റെ സഭയുടെ വിവാഹവിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സജാതികളെയും ദീർഘദർശിമാരെയും ശ്രീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴ്വിന്റെ സമയത്തും സർവനാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഇടയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ നിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരങ്ങൾ അതിന് മോദനമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസനായ നിങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോദനങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോദനങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവികാനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നമ്മളെ സ്ത്രീകളിൽ നിന്ന് മോചിപ്പിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മാലാഹമാരും ഇടപെടാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാസന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാവങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോട് നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാ നിന്ന് ഇടപെടാ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ പരിപാവന സഭയിൽ വാനോത്താതൻ വീട്ടൊരു നേരം വീടിൻ ഭരണം ചെയ്തു അൽപ്പേ ചാന്തിലയേ
നിന്നെ ഞാനും കൈവെടിയില്ല. പാരം വാടുമഴിമാവിൻ ദേഹം തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. വിശുദ്ധ സദാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈയും കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും എന്റെ വിവാഹ ചെയ്തിട്ടുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ ഈ വലങ്കി ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലത്തുകൈ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ ശ്രീകന്മാരിൽ നിന്നപോലെ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹനിശ്ചയത്തിലുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും നീ സ്തുതി കരയുകയും ചെയ്യുമാറാകട്ടെ. ഓശോ പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മക്കളെ സത്വത്തിലും നീതിയിലും സമ്പൂർണരാക്കി ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകൃതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാവുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്നെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് അവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യങ്ങൾ കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സ്വരഫലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകൃതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചുകൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസനാഥ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹിത സന്താനങ്ങളെയും
സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാവുന്ന സമ്പാദ്യം അവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസിൽ വരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനുള്ള മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാൻ കൃപ ചെയ്യണമേ. ഈ വിരുന്നനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ ജയമുള്ള സ്ലീബായ ഈ മണവാളനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാപുത്രനും പരിശുദ്ധവുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഓസോ സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി. സൃഷ്ടികളതിലതിശയമാണ്ടു മഹിമയണിഞ്ഞോൾ ഞാൻ ധന്യ. വിരലിന്റെ നീരേ തങ്ങൾ മോതിരമായ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടി സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, വിവാഹകുദാശയുടെ ഒന്നാം ഭാഗമായ മോതിരം വാഴുവിൻ്റെ ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു. കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി മണവാളിനും മണവാട്ടിക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ ഇപ്പോൾ പ്രസംഗിക്കും. എല്ലാവർക്കും ഇരിക്കാം. അലൻ്റെയും പ്രിയപ്പെട്ട ലിമിയായുടെയും വിവാഹ ജീവിതത്തിൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ വിവാഹ കുദാശയിൽ സംബന്ധിക്കുവാൻ പ്രാർത്ഥനാപൂർവ്വം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട അലനും ലിമയ്ക്കും ദൈവം നൽകിയ ആയുസ്സിൽ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു നാളിലേക്ക് പ്രാർത്ഥനാപൂർവ്വം അവർ വന്ന് ഈ ആലയത്തിലായിരിക്കുന്നു. തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ശ്രീഭണ്ഡാരം തുറന്ന ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായി ആത്മാർത്ഥമായി ഹൃദയതുല്യം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഏറെ വെല്ലുവിളികളും ഏറെ പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ആകുന്നുവല്ലോ ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ സുന്ദരമായ ഈ വിവാഹ ജീവിതത്തിൻ്റെ പവിത്രമായ തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കും, ഇന്നീ കാലഘട്ടത്തിൽ മാത്രമാണ് ഈ പ്രതികൂലതകളും പ്രതിസന്ധികളും എല്ലാമെന്ന്. എന്നാൽ നമുക്ക് മുമ്പേ ലോകത്തിൽ ജീവിച്ച നമ്മുടെ പൂർവിക മാതാപിതാക്കൾ ഇന്ന് നാം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നാം നേരിടുന്ന ചില നിസ്സാര വെല്ലുവിളികളേക്കാൾ എത്രയോ അധികമായി
ചില വെല്ലുവിളികളെ നേരിട്ടാണ്, അവയെ അഭിമുഖീകരിച്ചാണ് അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ തലങ്ങളിലൂടെ യാത്ര ചെയ്ത് ദൈവസന്നിധിയിൽ ഏറെ കൃതജ്ഞതയോടെ ജീവിച്ചത് എന്നുള്ളത് പ്രത്യേകമായും നാം ഓർക്കേണ്ടുന്നതാണ്. ആദ്യമേ തന്നെ പ്രിയപ്പെട്ട മക്കൾക്ക് അവരുടെ പൂർവിക മാതാപിതാക്കളായി, അവരുടെ ഗുരുക്കന്മാരായി, അവർക്ക് നല്ല അനുഭവങ്ങൾ, നല്ല നല്ല സുഹൃത്തുക്കളൊക്കെ പകർന്നു നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാവരുടെയും എല്ലാ പ്രാർത്ഥനകളും മധ്യസ്ഥതകളും അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട അലനും പ്രിയപ്പെട്ട ലിമിയും ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കാൻ. വലിയ ടെൻഷനൊന്നുമില്ല. പ്രത്യേകിച്ച് ചില വിവാഹ ശുശ്രൂഷയിലൊക്കെ സംബന്ധിക്കുമ്പോൾ ചില താല്പര്യങ്ങൾ, അവർക്ക് തന്നെ ഒരു താല്പര്യമില്ലാത്ത പോലെ ചിലരൊക്കെ വന്ന് നിൽക്കുന്നു. പ്രിയപ്പെട്ട മക്കൾ അവരുടെ ജീവിതത്തിൻ്റെ സുന്ദരമായ അനുഗ്രഹീതമായ നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അവരേറെ പ്രാർത്ഥനാപൂർവമാണ് ഇവിടെ ആയിരിക്കുന്നതെന്ന്. പ്രിയപ്പെട്ട അലനെയൊക്കെ ഞങ്ങൾ വൈദികർക്കേറെ അടുത്തറിയാവുന്ന ഒരു പ്രിയപ്പെട്ട മകനാണ്. സഭയോടും ഇടവകയോടും ആത്മീയ പ്രസ്ഥാനങ്ങളോടും, പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനം തുടങ്ങിയ എല്ലാ പ്രസ്ഥാനങ്ങളോടുമൊക്കെ ഏറെ ആത്മാർത്ഥമായി സഭയെ സ്നേഹിക്കുന്ന, ഇടവകയെ സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട മകനാണ്. പ്രിയപ്പെട്ട ലിമിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഈ ജീവിതത്തിൻ്റെ അവസാനം വരെയും ദൈവം നിങ്ങൾക്ക് കൃപകളും നൽവരങ്ങളും നന്മകളും നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന, ആശംസിക്കുന്ന പ്രാർത്ഥനകളാണ് ഈ ആരാധനയുടെ മുഴുവൻ ഭാഗങ്ങളും. രണ്ട് ശുശ്രൂഷകൾ മോതിരംവാഴുവിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് ജ്വലിപ്പിക്കും. സകല കപട സ്നേഹത്തെയും നമുക്കറിയാം. നമ്മുടെ ഈ കാലഘട്ടം, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രായം, നമ്മുടെ ഈ ജീവിത ശൈലിയിലൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിത ശൈലികളിൽ സ്നേഹത്തിൻ്റെ പല തലങ്ങൾ, ചിലപ്പോൾ ചിലർ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് ഹൃദയത്തിൽ നിന്ന് ഒഴുകി നല്ല സ്നേഹം, നല്ല പുണ്യം, നല്ല കർമ്മങ്ങൾ അത് കുടുംബജീവിതത്തിലൂടെ പകർന്ന്, കുടുംബജീവിതത്തിൽ മാത്രമല്ല അത് സമൂഹത്തിലോട്ടും അതെല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും കരുതുവാനും നിങ്ങൾക്ക് ഒരുമിച്ച് അതിൽ ഭാഗമാകുമ്പോഴാണ് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അതുകൊണ്ട് ഇന്നുവരെയും ജീവിച്ച ഒരു തലങ്ങളിലൂടെയല്ല, കൂടുതൽ ദൈവികമായ സന്നദ്ധയിലൂടെ, കൂടുതൽ ഉത്തരവാദിത്വത്തോടെ, കൂടുതൽ ആത്മാർത്ഥമായ സ്നേഹത്തോടെ കപടമായ എല്ലാ തലങ്ങളെയും, കപടമായ എല്ലാ രീതികളെയും, കപടമായ എല്ലാ സ്വഭാവങ്ങളെയും നീക്കി പുണ്യത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി സ്നേഹിച്ച് കരുതി, ഞാൻ പറയും, ഇന്ന് പലപ്പോഴും ജീവൻ ഇല്ലാത്തതിനെ നോക്കി നാം പലപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്ക് പരസ്പരം മുഖങ്ങളിൽ നോക്കി, കണ്ണുകളിൽ നോക്കി, ഹൃദയങ്ങളോടുകൂടി സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ ഒത്തിരി നേരം നമ്മൾ എല്ലാവരും ഈ കാലഘട്ടത്തിൽ ജോലി തിരക്കൊക്കെ ഉള്ളതെങ്കിലും കിട്ടുന്ന സമയം ആത്മാർത്ഥമായി സംസാരിക്കുവാൻ, രണ്ട് മനസ്സുകളും രണ്ട് ഹൃദയങ്ങളും തമ്മിൽ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി സംസാരിച്ച് ആത്മാർത്ഥമായ സ്നേഹം നൽകി ഈ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം ദൈവം എല്ലാ കൃപകളും, എല്ലാ നൽവരങ്ങളും, എല്ലാ ഐശ്വര്യങ്ങളും സ്വർഗീയമായ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് സ്നേഹത്തിൻ്റെ അഗ്നി ഒഴുകി നല്ല പവിത്രമായ കുടുംബജീവിതത്തെ നയിക്കുവാൻ, അത് സമൂഹത്തിനും പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നിങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ആ പ്രിയപ്പെട്ട മക്കൾ അനുഗ്രഹമാണ്, സന്തോഷമാണെന്ന് പറയിപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ രണ്ടുപേരും നല്ല അനുഗ്രഹീതമായ ജീവിതം നയിക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥനകളൊക്കെ മുടക്കം കൂടാതെ അത് നടത്തുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട മക്കളെ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളോട് വളരെ സ്നേഹപൂർവ്വം, നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ കുടുംബജീവിതത്തിൻ്റെ തകർച്ചയുടെ ഒരു 95% മാതാപിതാക്കളുടെ നാക്കുകളുടെ ഒരു കുഴപ്പമാണെന്ന് ചിന്തിക്കുന്ന ഒരു അച്ഛനാണ്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് നല്ല ബോധ്യമുണ്ട് അവരുടെ ജീവിതത്തെപ്പറ്റി, നല്ല ഉത്തരവാദിത്വമുണ്ട് അവരുടെ ജീവിതത്തെപ്പറ്റി. അവരുടെ ജീവിതത്തിൽ അവർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് വിവാഹ ജീവിതം, കുടുംബജീവിതം അവർ ഓക്കെയാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്
അവരെ എണ്ണ അണിയിച്ചൊക്കെ ഒരുക്കി പ്രാർത്ഥനാപൂർവ്വം കുടുംബജീവിതത്തിനായി വിവാഹ ജീവിതത്തിനായി അവരെ ഇവിടെ നിർത്തിയിരിക്കുന്നു. അവർക്ക് അവരുടേതായ സ്വകാര്യ നിമിഷങ്ങൾ കാണും, അവർക്ക് അവരുടേതായ ചില ചിന്തകൾ കാണും, അവർക്ക് അവരുടേതായ ചില തീരുമാനങ്ങൾ കാണും. അതിലോട്ടൊന്നും കൂടുതൽ ഇടപെടാതെ വളരെ പ്രാർത്ഥനാപൂർവ്വം പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തോടെ ജീവിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങളെല്ലാവരും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അലനും പ്രിയപ്പെട്ട രമിക്കും ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും ഈ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ നേരുന്നു, ആശംസകൾ നേരുന്നു. ദൈവം എല്ലാ നന്മകളും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും. വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ോടാദാവിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ സാരയുടവരാവിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ മോദിക്കെട്ടി പരം നാഥ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി ബോല ബുറോൽ റൂഹോ കാദീശോ കോലം രാധാമുൽ കോലം നീനാമി മണവരയേ സ്വർഗത്തിൽ സഭയെ കാന്തം സ്ഥാപിച്ച വാഗ്ദത്തം പോൽ സ്വർഗമേവും സുൽത്താനന്മാർ കൈലേയർക്കോ ശിവരേക്കൈ നിന്നെ മേലാക്കി സ്തോമൻ കാലോ തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദൈവം തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സ്ഥലം ബന്ധിതമായി വിരിക്കുന്നവനും
മഹോന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതകൾ പരിഭ്രമിച്ച് അഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായതിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായതിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവനും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ ദീർഘമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരുള്ള പ്രതികാരത്തിൽ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിൽ വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികൾ ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സൂനം നിർവദിശലോമാൻ വിമല സഭേ, നിന്നെ ലാളിപ്പൂ നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീ സാത്തു സുവസമം സഭേ സകലവിധം സുമുഖി നീ നരതീണ്ടാത്തു ശ്രീവായി വന്ദിപ്പതിനാൽ രാജാവാശിവ ഹാലേലൂയ കാക്കുന്നു നിന്നെ പാർക്കുമോ. ശുഭകോലമോലവിറോവൽ റൂഹോ കാദീശോ ഹാലേലൂയ സഭയോടും നീ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു വഞ്ചകനാം ദുഷ്ടന്മാരി ഉള്ളിൽ പൂതീടാൻ ചവയാ അന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്ത നാദസുരാമലരൂഹായ ഏകത്വം ത്രിത്വം മഹിമയും മണവാട്ടി സമം മധ്യേ ദൈവമുണ്ട്. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. മുറിയോനാൾ നിന്നിലയോ അതായി പൗലോസ്ലീഹ ധന്യൻ ചൊല്ലട്ടെ ഈ ദൈവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിലധികം വേറൊരുവൻ വന്നറിയിച്ച മാധവനെന്തിരുമാനോദം താനേക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ ആരിമുളച്ചു വരുന്നു ദൈവത്തിനുപദേശം സൈക്കും അവസാനിപ്പിപ്പോ. ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവ്വദാ സർവ്വത്തിനുമേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മിശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സ്വീകരിക്കുകയും എന്നാൽ മിശിഹ സഭയുടെ നിലയും ശരീരത്തിൻ്റെ രക്ഷിതാവും ആകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ നിലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മെസ്സിയ തന്റെ സഭയിൽ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്ന ജനം കൊണ്ട് കഴുകി വചനത്താൽ വെണ്ണുള്ളതാക്കി ഇത് അവിടെ കറയോ ചുടുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മോത്തപൂർണ്ണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കണക്കിരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനു വേണ്ടിയാണ്.
അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാവുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മെസ്സിയ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഒരേ ശരീരമായി തീരുകയും ചെയ്യും. ഇത് വലിയൊരു രഹസ്യമാണ്. ഞാൻ മെസ്സിയായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്നപോലെ എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാവട്ടെ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്തും മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും എന്നാലത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കാനുമായിട്ടും നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കാം എന്നിട്ടതായ വാഗ്ദാനത്തോട് കൂടിയ കൽപ്പനയാകുന്നു. മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനോത്തരങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. വാഴ്ത്തപ്പെട്ടവരാകുന്നു നമ്മുടെ ശിക്ഷയിൽ തന്നെ യേശുവിനെ സ്തുതിക്കണം. നാം എല്ലാവരുടെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Meltod hay aloho der sparsa men sulto kanish to maria holande hokalo ha യേശുദമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവനെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീഷന്മാർ അടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാവുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ പറഞ്ഞു, വരൻ ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു, ബാറക്കുമോ
ശൈലോ ലകുൽക്കൂ നിർമ്മലയാം സഭ സംഗപ്പോ അമ്പിളി തുല്യം ക്രമമായി നീങ്ങി അഖിലാധിപനം നിൻ പ്രാതിനിധ്യത്തെ വിധിപോൽ ഭംഗം ഘോഷിച്ചു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. അശ്മോദാബോ ദാബറോ വദ്രൂഹോ ഹയോ കാദീശോ ലവോ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനയാചാര്യം അണിക്കും മകുടം രമ്യം. നീതിയിൽ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകലശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനീന്നുടയോ കയ്യാ
ഒരുങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിക്കും മകുടം രമ്യം. Mensch mayo soya gunohis lekal soyo klilo dukohano soye barisho നീതിയിൽ കിരീടവും അക്ഷയുള്ള ഭംഗിയുള്ള അലങ്കാരം കർത്താവിന് ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. മറക്കുമോ ഘോഷോ വബുക്കോനസ്മാലവുമീ. മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്ത് കൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടിയിരുന്ന ആകൽക്കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ തൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും
സ്വർഗരാജ്യാവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. ഓശോ അബ്കൂല സുബാനവൽമീ. ഏതൻ തോട്ടം നട്ടോനേ, നീ അടഞ്ഞുവമടവാളം നിൻ തൊട്ടുമുട്ടി നിൻ പേർക്കായി വിഷിച്ചേടുക കുളിത്തന്നെ. സ്ത്രീവായാലവകാശധനം മുദ്രിതമാക്കി പീഡകളാൽ അടിമവിടത്തെ സ്വർഗത്തിൽ പന്തിലെന്നെ നീയേറ്റി. ആർദ്രത നിറയും വാതിൽ തുറന്നീ, പ്രാർത്ഥന കേട്ടി ആത്മാക്കളിലൻപുണ്ടാകേണം. നാമം ചൊല്ലി ദമ്പതികൾക്കായി വരമേ കേണം. തേജോലോകം ഇവരുടെ കാലം ശുഭമാകേണം. സ്തുതി പാടാൻ കിന്നരമേറ്റി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ, ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. പ്രാർത്ഥന കേട്ട് ആത്മാക്കളെ കൃപ ചെയ്യണം. ബാറയ്ക്കുമോർ വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളത്, ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഹൃദയവിചാരങ്ങൾ അറിയുന്നവരുടെ സന്നിധിയിലാകുന്നു, അറിയാത്തവരുടെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യക മർത്തമറിയാമിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ
കർത്താവേ ശിഹായുടെ വലത്തുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലായിട്ടാവുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിക്കും. ഭാര്യ സ്വന്തം ആളുകളെ വിടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിക്കുവാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജീവിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിലുള്ള സമത്വമുള്ളവനും സാലവും മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യനായ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സാപ്രകാരം സ്വർഗ്ഗത്തിലിറങ്ങി വിശുദ്ധമായ ദൈവമാതാവിന്റെ ശരീരത്തിൽ മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കഷ്ടപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വാതിരുന്നവർ ജീവനവരെയും മനുഷ്യവരെയും എത്തിപ്പാൻ തന്റെ വലിയ മഹത്വങ്ങളെയും അനുമാനിക്കുന്നവനും തന്റെ രാജ്യത്തെ അവസാനമില്ലാത്തവനുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും സംസാരിച്ചവനുമായ ജീവനിഷ്ഠയുടെ റൂഹായിലും കാതോലിക്കവും സൈനികവുമായ ഏകസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനെ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കലാകുന്നു. ആത്മീയമായ വിവാഹോദാശയെ ഞങ്ങളോടും സംബന്ധിച്ചാൽ ഞങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവായിട്ട് കൊടുത്തു മാറാകട്ടെ.
ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ വാങ്ങിപ്പോയപ്പോൾ ആശ്വാസം നൽകട്ടെ. പിതാവും പരിശുദ്ധവുമായിട്ടുള്ളവയും ചുറ്റുമുള്ളതും കുറവുള്ളതുമായ നമസ്കാരങ്ങൾ പ്രാർത്ഥനകൾ അപേക്ഷകൾ ഉന്നതമായ ഞങ്ങളുടെ സ്വർഗീയ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ആക്കി തീർക്കണമേ. ഈ വിവാഹകൂടാശയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് മണവാളന്റെ സഹോദരൻ കൂടിയായ ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനാണ്. അച്ഛനോട് പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട കാവുങ്കലച്ചൻ, പഴയ സെമിനാരി മാനേജർ ബഹുമാനപ്പെട്ട ജ്യോതിനച്ചൻ, മറ്റു അന്യ വൈദിക ശ്രേഷ്ഠരെല്ലാവരോടുമുള്ള ഭക്തിയാദരവുകൾ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കട്ടെ. ഗായക സംഘത്തോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ മണവാളനും മണവാട്ടിയും അവരുടെ ആദ്യ സ്തോത്ര കാഴ്ച ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യും. ഇടവകയുടെ ഉപഹാരം ബഹുമാനപ്പെട്ട അച്ഛൻ സത്യവേദ പുസ്തകം ഇപ്പോൾ മണവാളനും മണവാട്ടിക്കുമായി നൽകുന്നു. ഈ വിവാഹത്തിൻ്റെ റിസപ്ഷൻ നമ്മുടെ പാരിഷ് ഹാളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്.